ലാൽ സലാം 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ വരികയാണവൻ. ഈ ഒക്ടോബർ 10-ന് മംഗലശ്ശേരി കാർത്തികേയൻ നീലകണ്ഠൻ വീണ്ടും എത്തുകയാണ്. അപ്പോൾ എങ്ങനെയാ, തകർക്കുകയല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. രാവണപ്രഭു റീ റിലീസ് എത്തുകയാണ്. 4K വെർഷനിലേക്ക് സിനിമ കൺവേർട്ട് ചെയ്തു വരുമ്പോൾ ഈ വർഷം മറ്റൊരു തരംഗമാവാൻ പോകുന്ന ചിത്രമായിരിക്കും ഈ ഒരു സിനിമ. ഒക്ടോബർ 10-ന് തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കാനായിട്ട് ഈ സിനിമ എത്തും. ഒരു കാലത്തെ ഏറ്റവും മികച്ച രീതിയിൽ കളക്ട് ചെയ്യപ്പെട്ട ആ സിനിമ മംഗലശ്ശേരി നീലകണ്ഠൻ അതൊരു ക്ലാസിക് സിനിമയാണെങ്കിൽ പിന്നീട് വന്നത് രഞ്ജിത്തിൻ്റെ തൂലികയിൽ നിന്ന് രഞ്ജിത്ത് സംവിധാനം ചെയ്ത തട്ടുപൊളിപ്പൻ സിനിമയായിരുന്നു ഈ ഒരു സിനിമ രാവണപ്രഭു എന്നുള്ളത്. ഏറ്റവും വലിയ ഓർമ്മ ഒരേ സമയം രാവണപ്രഭുവും രാക്ഷസ രാജാവും രാക്ഷസ രാജ്ഞിയും ഒരുങ്ങിയിരുന്ന ആ ഒരു കാലമായിരുന്നു. എന്തായാലും 3 സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ അടിച്ചപ്പോൾ ഇവിടെ രാവണപ്രഭു വീണ്ടും എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് പകരം വെക്കാൻ കഴിയാത്ത തരത്തിലുള്ള മികച്ച എൻ്റർടൈനർ തന്നെയാണ്. അതെ, ഈ ഒരു കാലഘട്ടത്തിലൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇതൊക്കെ. എന്തായാലും രാവണപ്രഭു വരുമ്പോൾ അത് തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ കൂടെ നിന്ന് ഓളമുണ്ടാക്കാൻ ആരൊക്കെയാണ് ഉണ്ടാവുക? നമ്മുടെ തൊട്ടടുത്തുള്ള ഓരോ തിയേറ്ററുകളിലും ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ആളിക്കത്താൻ പോകുന്ന മറ്റൊരു റെക്കോർഡ് കൂടി, ഈ വർഷത്തെ മറ്റൊരു റീ റിലീസ് അതിഗംഭീര റെക്കോർഡ് തൂക്കാൻ ഇതാ ലാലേട്ടൻ്റെ ഒരു സിനിമ എത്തുന്നു, രാവണപ്രഭു. ആരൊക്കെയാണ് കൂടെയുള്ളത്, കട്ടയ്ക്ക് കൂടെയുള്ളത്, കമൻസിലൂടെ ഒന്ന് പറയാം. അപ്പോൾ ലാൽ സലാം എങ്ങനെ പൊളിച്ചെടുക്കുമല്ലേ?